ഹലോ, നമ്മുടെ ഗീവ് അവേയുടെ റൂൾസ് കേൾക്കണ്ടേ? അതേടാ, ഞാൻ 2 ഗീവ് അവേയാണ് കൊടുക്കുന്നത്. ഒന്ന് ക്രോഷ്യ ഗീവ് അവേ, ഒന്ന് ബാക്ക് ടു സ്കൂൾ ഗീവ് അവേ. നിങ്ങൾക്ക് രണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. റൂൾസ് ആൻഡ് റെഗുലേഷൻ നേരെ അനുസരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ക്രോഷ്യ ഗീവ് അവേയുടെ റൂൾസ് ആണ്. അതായത് ഇതിൽ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് സമ്മാനമായിട്ട് കിട്ടുന്നത് ഫുള്ള് ക്രോഷ്യ പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഈ വീഡിയോയുടെ അവസാനം ഞാൻ 2 പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ക്രോഷ്യ കിറ്റ്സും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം അതെല്ലാം നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, നമ്മളുടെ ചാനലിൽ ലോങ് വീഡിയോയിൽ ഞാൻ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 1 ക്ലാസ് 2 നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഫ്ലവർ പാറ്റേൺ ചെയ്യുക. ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ സെയിം പാറ്റേൺ തന്നെയാണ്, അതൊരു നിങ്ങൾക്ക് ഈസി ആയിക്കോട്ടെ കരുതിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടത്. അപ്പം നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ വീഡിയോയിലെ ഫ്ലവർ പാറ്റേൺ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അത് മാത്രം ചെയ്താൽ മതി. മെയ് 25 ഉള്ളിൽ മെയ് 25 ഞാൻ ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യും. മെയ് 20 നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആ ഒരു ഫ്ലവറിനെ അപ്ലോഡ് ചെയ്യണം. അപ്പം ഇത്രയുള്ള റൂള്. നമ്മുടെ ലോങ് വീഡിയോ കാണുക, ഇഷ്ടമുള്ള ഫ്ലവർ പാറ്റേൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അവർക്കായിരിക്കും ക്രോഷ്യ ഗീവ് അവേ കൊടുക്കുന്നത്. മാത്രമല്ല, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ലോട്ടിടും. നമ്മളതിന് സെലക്ട് ചെയ്തിട്ടായിരിക്കും വിന്നറെ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവർ ചെയ്ത നൂലിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യും കേട്ടോ. ഇനി അതല്ല, ഒരാളാണ് ഇടുന്നെങ്കിൽ എനിക്ക് എളുപ്പമായി. അപ്പം അധികമൊന്നുമില്ലടാ, ഇത് മാത്രമാണ് റൂൾസ് കേട്ടോ. അപ്പം ഇതിൽ ഞാനൊരു ഫ്ലവർ പാറ്റേൺ കാണിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ ചെയ്ത പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു യാൺ എന്ന് പറയുന്നത് നമ്മുടെ ജൂട്ട് യാണാണ്. ഭയങ്കര ടഫായിരുന്നു ഈ ഫ്ലവർ ചെയ്യാൻ കേട്ടോ. പാറ്റേൺ എളുപ്പമാണ്, പക്ഷേ ഈ ജൂട്ട് യാണിൻ്റെ ഉള്ളിൽ കൂടെ ഈ നമ്മുടെ നീഡിൽ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ യാൺ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം ഈ ഒരു മാജിക് റിങ് ഞാൻ എടുത്തത് ജൂട്ട് യാൺ അല്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെ യാൺ യൂസ് ചെയ്യുമായിരിക്കും നല്ലത്. ജൂട്ട് യാൺ ആരും എടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. സോ ഇതിൻ്റെ പെറ്റൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ജൂട്ട് യാണാണ്. അപ്പം ആ ജൂട്ട് ആവുക കാരണം എനിക്ക് ഇതിലൂടെ നീഡിൽസ് ഒന്നും കിടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഗീവ് അവേയുടെ ആ ഒരു റൂൾസൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കണ്ട. അതുപോലെ ആദ്യത്തെ റൂൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇത് അപ്ലോഡ് ചെയ്യുക. മെയ് 20 അപ്ലോഡ് ചെയ്തിടണം. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ അതായത് ഈ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിന് നമ്മളുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെടാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് ഒന്നുമില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ പോരും, അത്ര തന്നെ. അപ്പോൾ നമ്മൾ ഇതാണ് ആ യാണ്. എൻ്റെ അമ്മോ, ഇത് വെച്ച് ഞാൻ ചെയ്യാൻ പെട്ട പാഠം എന്നോട് ചോദിക്കണം. ഒരു തവണ ചെയ്യും, അഴിഞ്ഞു വരും, അടുത്ത തവണ ചെയ്യും, അഴിഞ്ഞു വരും. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണമെങ്കിൽ ചെയ്തോ. ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഗീവ് അവേ എളുപ്പമാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാനത് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എളുപ്പമാവാൻ വേണ്ടി ചെയ്ത ഒരു ഇത് തന്നെയാണേ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ഇതിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ ഒന്നും കൂടി പറയാം, 2 ഗീവ് അവേയാണ് നടക്കുന്നത്. അതൊന്ന് ബാക്ക് ടു സ്കൂൾ ഗീവ് അവേ. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് പെൻസില്, സ്കെയില്, അല്ലെങ്കിൽ പോച്ച്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. അതായത് അറിയാമല്ലോ, സ്കൂൾ തുറന്ന ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ്. അതല്ലാതെ നിങ്ങൾക്ക് ഈ ക്രോഞ്ചറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മൊത്തം ക്രോഷ്യയുടെ വീഡിയോസാണ്. അപ്പം ഇത് ഇഷ്ടപ്പെടുന്ന നല്ല ക്യൂട്ട് ഐറ്റംസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഞാൻ ഈ ക്രോഷ്യ ഗീവ് അവേ വയ്ക്കാമെന്ന് കരുതിയിട്ടത് കേട്ടോ. അപ്പം ഇതാണ് ഇതിൽ ഫസ്റ്റ് റൂള്. നിങ്ങൾ ഇത് ചെയ്യുക, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് റൂള്, നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, 2 ബെസ്റ്റീസിന് ഷെയർ ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടുട്ടാ. ഇത് നിങ്ങളിതുപോലെ സ്ക്രീനിൽ നോക്കിയിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ബൊക്കെ ഉണ്ടാക്കണം എന്നുള്ള താല്പര്യത്തിൽ ഞാൻ തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇതിൽ ഏതൊക്കെ ഫ്ലവറാണ് ആഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് നേരെ നിങ്ങൾ നോക്കുക, എന്നിട്ട് ആ രീതിയിലൊക്കെ ചെയ്ത് എടുക്കുക.
ഇത് ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നില്ല, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊന്നും ഞാനൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരുന്നില്ല. ആ സ്ക്രീൻ നേരെ നോക്കുക, സ്ക്രീൻ പ്രസൻസ് നന്നായിട്ടുണ്ടാവണം, എന്നിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് എടുക്കുക. സത്യം പറഞ്ഞാൽ ഈ ക്രോഷ്യയുടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്കൊന്ന് സമയം മാത്രം, അതൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സമയം മാത്രം ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി. അതായത് സമയം കുറച്ച് കൊടുത്താൽ മതി, പിന്നെ നമുക്കിത് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. മാത്രമല്ല, ഈ നിങ്ങൾ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നിങ്ങൾ ഈ ഫോൺ നോക്കിയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്ത്, അല്ലെങ്കിൽ കുറേ ഇൻഫോർമേഷൻ സെർച്ച് ചെയ്ത്, കുറേ സീരിയൽ കണ്ട്, സിനിമ കണ്ട്, അല്ലെങ്കിൽ റീൽസ് കണ്ട്, കൊറിയൻ റീൽസ് കണ്ട് നിങ്ങളുടെ സമയമൊക്കെ വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ സമയം എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. പറഞ്ഞാൽ പഠിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രീതിയിൽ, അതായത് എക്സ്ട്രാ ഇൻകം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കുഞ്ഞു മക്കളാണെങ്കിലും, ഒരു 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡുള്ള മക്കൾക്കാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അതുപോലെ കോളേജ് സ്റ്റുഡൻസ്, അവർക്കൊക്കെയാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമിലൊക്കെ ഇതൊക്കെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അപ്പോൾ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടുന്ന ഒരു രീതിയിലോട്ടൊക്കെ ഭാവിയിലോട്ട് വരാൻ പറ്റും. പഠിത്തം മാത്രമല്ല, ബാക്കിയുള്ള നമ്മുടെ ഹോബീസിൽ നിന്നൊക്കെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ഇതാണ് ഈ ക്രോഷ്യ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സ്ട്രെസ് റിലീഫ്, ഇതിനെ കഴിഞ്ഞിട്ടേ വേറെ, കാരണം നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മടുപ്പ് തോന്നും. പക്ഷേ എന്നാലും ഇതിൻ്റെ ആ ഒരു ഫൈനൽ എൻഡ് റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്കങ്ങനെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ക്രോഷ്യയുടെ ബിഗിനറാണ്. ഞാൻ ഒരു മടിച്ചിയാണ്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തെടുക്കുക അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്ന സമയത്ത് അങ്ങനെയൊക്കെ തന്നെ ഞാനും ചെയ്യാറ്. എന്നാൽ പോലും വെറുതെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ കുഞ്ഞു മക്കൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഈ പറഞ്ഞ കൂട്ടത്തിൽ പ്രൊഡക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൽ ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്നതാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം ഇന്നത്തെ കാലത്ത്. ഇതൊരു മണി വേൾഡ് ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ഹോബീസിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ലക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പെറ്റൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് അത് ട്രൈ ഔട്ട് ചെയ്യുക. മറക്കണ്ട, May 20 ഉള്ളിൽ എല്ലാവരും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യുക. താല്പര്യമുള്ളവർ മാത്രം കേട്ടോ. ക്രോഷ്യ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോ. ബാക്ക് ടു സ്കൂൾ ഗീവ് അവേയുടെ വീഡിയോ ഞാൻ അടുത്ത നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും. അതിൻ്റെ റൂൾസ് എല്ലാം പറയുന്നതായിരിക്കും. അപ്പം ഇതിൽ നമ്മളിവിടെ പെറ്റൽ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഫ്ലവർ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സ്റ്റിക്കില്ലേ, അതിലോട്ട് ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തോ ഒരു പോരായ്മ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, അതിലേക്ക് ഒരു പൂമൊട്ടും കൂടി ചേർത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൊക്കയുടെ ആദ്യത്തെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് ചെയ്തോളൂ. അതല്ല വേറെ ഫ്ലവേഴ്സൊക്കെയാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ എനി ഫ്ലവർ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷെ അത് നമ്മുടെ ലോങ് വീഡിയോ കണ്ടതിൽ നിന്നുള്ള ഫ്ലവർ പാറ്റേൺ മാത്രം ആയിരിക്കണം കേട്ടോ. അത് മാത്രമാണ് റൂൾസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പം ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ ഇങ്ങ് പോരണം. അപ്പം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഗിഫ്റ്റ് ഈ ഒരു കുഞ്ഞു പേഴ്സാണ്. ഇത് ഇഷ്ടമായോന്നും എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അത്